കീഴിലോട്ട് പ്രസാദല്ലേ ഗംഭീരമായിരുന്നു. അതായത് വേറൊന്നുമില്ല, നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഒരു ആംബിയൻസ് നമ്മൾ ഈ സ്റ്റേജിൽ കണ്ടിട്ടില്ല. നമ്പർ 1 അതിന് ആദ്യത്തെ ഒരു കയ്യടി. രണ്ടാമത് നമ്മൾ ഈ സാധാരണ സ്റ്റേജുകളിൽ മിമിക്രി സ്റ്റേജുകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, കൈനോട്ടം അതുപോലെ തന്നെ പല്ല് പറയുന്നൊക്കെ പറഞ്ഞ പഴയ ഡയറക്ടർ സിദ്ദിഖും അശോകനും ഒക്കെ ചെയ്തിരുന്ന നോക്കണം സാർ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതൊക്കെ കണ്ടിട്ടില്ലേ നമുക്ക്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തെരുവിലെ ഒരു സർക്കസ്. എന്നാൽ അതേപോലുള്ള സ്പീഡ് ഡയലോഗ് അല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് കോമഡി എന്ന് പറയുന്ന പോലെ ടക 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 എന്ന് പറയുന്ന പോലത്തെ കോമഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ നിങ്ങൾ ആക്ഷന് ആണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് പറ്റിക്കലുണ്ട്. ഈ പറ്റിക്കലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും. പക്ഷെ ചില പറ്റിക്കൽ നമുക്ക് ഈ പിടികിട്ടിട്ടില്ല. കാരണം ഈ കയറിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ ധരിച്ചത് ആ കയറിൻ്റെ മുകളിൽ കൂടെ നടക്കുമെന്നാണ്. അങ്ങനെ പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്താണ് നിങ്ങൾ പറ്റിക്കല്. അതുപോലെ തന്നെ ചീപ്പ്, ആ ചീപ്പ് ഗംഭീരമായിട്ട് ചിരിച്ചു പോയ സംഭവമാണ്. നമ്മൾ ചീപ്പ് കടിച്ചു വലിക്കും. അപ്പൊ എന്താ നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. അപ്പം നിങ്ങൾ ചെയ്തതിന് തക്കതായിട്ടുള്ള മാർക്കേ ഞങ്ങൾ തരൂ, അത് തന്നിരിക്കും. താങ്ക് യു മണിക്കൂട്ടാ. പല മാട്ടകളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു മാട്ട സർക്കസ് കാണിച്ച ഒരു സ്കിറ്റിനെ ക്ലാസ് ആക്കാൻ നിങ്ങൾക്കേ പറ്റൂ. നമുക്ക് വേറെ നിവൃത്തിയില്ല. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ടതിന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേ പറ്റൂ. അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്തൊക്കെ സർക്കസ് കാണിക്കണമല്ലേ നമ്മൾ പ്രേക്ഷകരൊന്ന് തിരിപ്പിക്കാൻ അല്ലേ. ഇതാണ് ഞാൻ പറയുന്നത്, ഇത് ഐറ്റം വേറെ എന്ന ഫ്ലോറിന്റെ പ്രത്യേകതയാണ്. കാരണം ഇവിടുത്തെ കണ്ടസ്റ്റൻസ് മനസ്സറിഞ്ഞ് തന്നെ ഇറങ്ങും. ആ തലകുത്തി മറിഞ്ഞത്, ആ ഹെഡ് നിന്ന് കറങ്ങിയത് അത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. സിമ്പിളല്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. മനസ്സറിഞ്ഞ് നിങ്ങൾ ചെയ്തു. ഒരുപാട് ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു, കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ഗംഭീര സ്കിറ്റായിരുന്നു, ഗംഭീരം. താങ്ക് യു. അങ്ങനെയല്ല പറയണ്ടേ, ഇതുപോലൊരു മാട്ട സർക്കസ് നമ്മൾ കണ്ടിട്ടില്ല. അടിപൊളി. ഗംഭീരമായിരുന്നു ഈ സ്കിറ്റ്. സത്യം പറഞ്ഞാൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇതെട്ട് നില പൊട്ടിപ്പോകും. കാര്യം അത്രയ്ക്ക് സിമ്പിൾ സാധനങ്ങളാണ് നിങ്ങൾ ചെയ്തത്. ഇതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൂവ്മെൻറ്റ്സുകളും ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ സ്റ്റൈലും അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സാധനം ഇത്ര കയറിയത്. എന്തായാലും ഗംഭീരമായിരുന്നു. നിങ്ങൾ മാറ്റത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം അവതരിപ്പിച്ച് വരുന്ന ആ കുടുംബ സംഭവങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു സാധനം തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷം. അതേപോലെ ആ ജീപ്പിൻ്റെ സാധനം അത് വേറെ 2 ജീപ്പാണ്. അതെ, മോതിരം സ്വർണ്ണമായിരുന്നു. അല്ല, ആ മോതിരം കിടക്കുന്നത് ഞാൻ ഇങ്ങനെ നോട്ടിട്ട് വെച്ചിരിക്കുക. എന്തായാലും നിങ്ങൾ സാധാരണ സംഭവങ്ങൾ എടുത്തിട്ടാണല്ലോ ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റിയത്. അത് ഇതിലും ഉണ്ടായി. എന്തായാലും ഗംഭീരമായിരുന്നു. അടുത്ത പ്രാവശ്യം ഇതിലും നല്ലതായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇന്ന് സുഹിത്തിന്റെ എനർജി എടുത്തു പറയണ്ടായിരുന്നു. അതോ നോർമലി സുഹിത്ത് പെർഫോം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനർജി ഉണ്ടായിരുന്നു നിന്ന് തോന്നി. അതാ കല്യാണം ഉറച്ച ചാടിയൊക്കെ നടന്നിട്ട് എന്തോ വെരികിനെ പോലെ നടക്കുന്നു. അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കല്ലേ. എനിക്ക് തന്ന 500 രൂപ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നു. ഇത് ഈ 500 എന്നാണ് ഇന്നോട് കിട്ടാൻ പോകുന്ന മാർക്കിന്റെ ഒക്കെ തുടക്കം. ആരാണ് ആദ്യം? എത്ര കൊടുക്കാം? 20,000 തുടങ്ങാം. 20,000 രൂപ. അടിപൊളി. ഞാൻ ഒരു 39,000 രൂപ ആയിട്ടുണ്ട്. മണിക്കുട്ട ഇതാ എന്റെ ഇതും കൂടെ വരെയാണ് ടോട്ടൽ എമൗണ്ട്. ഈ പത്തനംതിട്ടയ്ക്ക് അടുത്ത ഗോൾഡൻ പഞ്ച് 1,00,000 രൂപ. എന്തായാലും ഐശ്വര്യല്ലേ 500ന്റെ. ആരാണ് ആദ്യം ഐശ്വര്യമായിട്ട് സംസാരിച്ചു തുടങ്ങുന്നത്? പുള്ളി ഒരു മാജിക്ക് കാണിക്കും. ഒരു മാജിക്ക് വേണ്ട, ഞങ്ങളെ പറ്റിക്കാനാ. ഇല്ലല്ല, അത് പറ്റിയിട്ടല്ല. നല്ല സംഭവം കണ്ടിട്ട് മുമ്പേ അത് കാണിക്കാൻ പറ്റില്ല. കൊണ്ടാ ചീറ്റ് ചെയ്യാൻ നമ്മൾ 1,00,000 രൂപ തിരിച്ചു വാങ്ങിക്കും. മേടിച്ചോ. കുട്ടികൾ ആരും അനുകരിക്കരുത്. അപ്പൊ കൈയടിച്ചാ മതിയാ. കുട്ടികളോട് പറയണം, ആ കുട്ടികൾ ചെയ്യരുതേ. കൈയടി വരട്ടെ. നല്ല കൈയടി. ഇതുകൂടെ അതിൽ ചെയ്യണ്ടായിരുന്നു കേട്ടോ. മറന്നു പോയേക്കാം. 50,000 രൂപ പോയി. വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. അതെ, ഇവിടെ ഇരുന്നതേ നേരത്തെ ഇരിക്കുമ്പോ അറിയായിരുന്നു. അപ്പൊ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി 50,000 രൂപ കളി തുടങ്ങിയപ്പോ ഈ സാധനം എവിടെ അറിയത്തില്ല. 50,000 രൂപ കെട്ടിയിട്ടേക്കുന്ന ഒരു കെട്ടിനൊക്കെ വില 50,000 രൂപ. പറ 1,00,000 രൂപയുടെ സന്തോഷം പറ. അന്യ സന്തോഷം, ഒരു രക്ഷയില്ലാത്ത സന്തോഷം.
എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നോ? കുഴപ്പമില്ലക്കാ, വലിയ കുഴപ്പമില്ല പോകുന്നു. ഇഷ്ടംപോലെ ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഗ്രാം ഉണ്ട്, പ്രോഗ്രാം ഒക്കെ ഉണ്ട്. കല്യാണം ഉറപ്പിച്ച പുതുമണമാളൻ സുഹിതേ, അത് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും. കല്യാണം ഉറപ്പിച്ചോ? എല്ലാത്തിനും വളരെയേറെ സന്തോഷം. ഇപ്പൊ പറഞ്ഞേ ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു, ഗ്രൂമേഴ്സ് ഹെൽപ്പ് ചെയ്ത് ഭയങ്കര സന്തോഷം. അടിപൊളി. അപ്പൊ മൊത്തത്തിൽ നന്നായിട്ട് പോകുന്നു. പിന്നെ സ്കിറ്റിന് 1 ലക്ഷം രൂപ കിട്ടി. പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്നു. നമ്മൾ ആഗ്രഹിച്ചിരുന്ന സുഹിത്തിനെ കല്യാണം നടക്കാൻ പോകുന്നു. അപ്പൊ മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് പോകുന്നു. അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, ലൈഫ് അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ ഒരു നല്ല കൈഡി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ സുഹിത്തേ. ഓക്കെ.